നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 17 നടക്കുന്ന ആനയൂട്ടിൽ 55ഓളം ആനകൾ പങ്കെടുക്കും. പീച്ചിയിൽ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിന് മുൻപിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിട്ട് 7ാം നാൾ കണ്ട ഭാവം നടിക്കാതെ അധികൃതർ. വാണിയമ്പാറയിൽ സർവീസ് റോഡിലെ സുരക്ഷാ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയായി. ആൽപ്പാറ കരിപ്പക്കുന്ന് മുട്ടിപ്പാലത്തിൽ വാട്ടർ അതോറിറ്റി വക 15 അടി ഉയരത്തിൽ ജലധാര. കഴിഞ്ഞ 8 മാസമായി പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴായിട്ടും തിരിഞ്ഞു നോക്കാതെ വാട്ടർ അതോറിറ്റി. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 17 ആനയൂട്ടിൽ 55ഓളം ആനകൾ പങ്കെടുക്കും. മലയാള മാസം കർക്കിടകം 1-നാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആന സംഗമമായ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട്. പതിറ്റാണ്ടുകളായി മുടക്കമില്ലാതെ നടക്കുന്ന ആനയൂട്ടിൽ 50ൽ പരം ആനകൾ പങ്കെടുക്കും. ആനയൂട്ടിന് 12,008 നാളികേരം, 2000 കിലോ അവിൽ, 2000 കിലോ ശർക്കര, 350 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ എന്നിവ ഉപയോഗിക്കും. ആപ്പിൾ, മുന്തിരി, കരിമ്പ്, റോബസ്റ്റ പഴം, ചെറുപഴം, തണ്ണിമത്തൻ, കരിക്ക്, പൈനാപ്പിൾ തുടങ്ങി പഴവർഗ്ഗങ്ങളും കിലോ കണക്കിനെത്തിക്കും. 500 കിലോ അരിയുടെ ചോറ് നൽകും. പ്രത്യേക ഔഷധ കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണമാണ് നൽകുന്നത്. മനുഷ്യരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നത് പോലെ മൃഗങ്ങളുടെയും പ്രത്യേകിച്ച് ആനകളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നത് കണക്കിലെടുത്താണ് മിഥുനം വിടവാങ്ങി കർക്കിടകം പുലരുന്ന നാളിൽ ആനയൂട്ട് നടക്കുക. ആടയാഭരണങ്ങൾ ഇല്ലാതെയാണ് ആനയൂട്ടിന് ആനകൾ എത്തുക. ഇത് കണ്ട് ആസ്വദിക്കാൻ നാടിന്റെ നാനാഭാഗത്ത് നിന്ന് നിരവധി ആനപ്രേമികൾ തൃശൂരിലേക്ക് ഒഴുകിയെത്തും. ആനയൂട്ടിന് പങ്കെടുക്കുന്നത് വടക്കുന്നാഥ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സുരേഷ് കുന്നത്ത്, സെക്രട്ടറി KA മനോജ് കുമാർ, കമ്മിറ്റി മെമ്പർമാർ രാധാകൃഷ്ണൻ, ഷാജി കുറുവത്ത്, ഹരി, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ എന്നിവരാണ് നേതൃത്വം നൽകുക. പീച്ചിയിൽ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിന് മുൻപിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിട്ട് 7 നാൾ കഴിഞ്ഞു. കണ്ട ഭാവം നടിക്കാതെ അധികൃതർ. പീച്ചിയിൽ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിന് മുൻപിൽ കുടിവെള്ളം പാഴാകുന്നുണ്ട്. ഒരാഴ്ചയായിട്ടും നടപടിയെടുത്തിട്ടില്ല. വാട്ടർ അതോറിറ്റി പീച്ചി പോലീസ് എയ്ഡ് പോസ്റ്റ് മുൻപിലാണ് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ പൈപ്പ് തകർന്നതിനെ തുടർന്ന് കുടിവെള്ളം റോഡിലേക്ക് ഒഴുകുന്നത്. ഒരാഴ്ച മുൻപായിരുന്നു സംഭവം. എയ്ഡ്സ് പോസ്റ്റിൽ തൊട്ടുപുറകിലാണ് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ്. എന്നാൽ വെള്ളം പൊട്ടിപ്പോകുന്നത് കണ്ടിട്ടും ജീവനക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. പരിസരത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വാട്ടർ അതോറിറ്റിയിൽ പരാതി പറഞ്ഞിട്ടും കേട്ട ഭാഗം നടിക്കുന്നില്ല. ഇന്ന് CTV വാർത്താ സംഘം സ്ഥലത്തെത്തി വെള്ളമൊഴുകുന്ന വാർത്ത എടുത്തതിനു ശേഷം 1 മണിക്കൂറിനുള്ളിൽ അതോറിറ്റി ജീവനക്കാരെത്തി പൈപ്പിന്റെ ചോർച്ച അടച്ചു. വാണിയമ്പാറയിൽ സർവീസ് റോഡിലെ സുരക്ഷാ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയായി. ജില്ലാ അതിർത്തി മേലെച്ചുങ്കത്ത് സർവീസ് റോഡിലെ സുരക്ഷാ ഭിത്തിയുടെ നിർമ്മാണമാണ് പൂർത്തിയായത്. 3.5 വർഷത്തോളം മുടങ്ങിക്കിടന്ന മേഖലയാണിത്. രൂക്ഷമായ മണ്ണിടിച്ചിൽ ഉണ്ടായതുകൊണ്ടാണ് നിർമ്മാണം നടത്താതിരുന്നത്. 60 അടി ഉയരത്തിലും 100 മീറ്റർ നീളത്തിലും സുരക്ഷാ ഭിത്തി നിർമ്മിക്കുന്നു. ഇതിന്റെ നിർമ്മാണം പൂർത്തിയായ ഉടൻ അഴുക്കുചാലിന്റെ നിർമ്മാണം ആരംഭിക്കും. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത കടന്നുപോകുന്ന മുഴുവൻ ഭാഗത്തും സർവീസ് റോഡ് സജ്ജമാകും. സുരക്ഷാ ഭിത്തിക്ക് പുറകിൽ മണ്ണിട്ട് നിറയ്ക്കുന്ന പണികൾ നടക്കുന്നു. തൃശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന പാതയിൽ 100 മീറ്റർ നീളത്തിൽ സർവീസ് റോഡ് നിർമ്മിച്ചിട്ടില്ല. ഇത് പൂർത്തിയായാൽ പൂർണ്ണമായും പണികൾ തീരും. പുതുതായി കരാറെടുത്ത PSG കമ്പനിയാണ് നിർമ്മാണം നടത്തുന്നത്. ആൽപ്പാറ കരിപ്പക്കുന്ന് മുട്ടിപ്പാലത്തിൽ വാട്ടർ അതോറിറ്റി വക 15 അടി ഉയരത്തിൽ ജലധാര. കഴിഞ്ഞ 8 മാസമായി പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴായിട്ടും തിരിഞ്ഞു നോക്കാതെ വാട്ടർ അതോറിറ്റി. 8 മാസത്തിനു ശേഷമാണ് ചോർച്ച അടച്ചത്. കരിപ്പക്കുന്ന് മുട്ടിപ്പാലത്തിനു സമീപം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈനിലായിരുന്നു വൻ ചോർച്ച. തൃശൂർ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന 700 mm പൈപ്പ് ലൈനിലായിരുന്നു ചോർച്ച. പ്രതിദിനം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായി.
കല്ലായിച്ചിറ തോടിന് കുറുകെയാണ് പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്. കാലപ്പഴക്കം കൊണ്ട് പൈപ്പ് പൊട്ടിയതിന്റെ വ്യാപ്തി കൂടിയതിനെ തുടർന്ന് 15 അടി ഉയരത്തിലാണ് വെള്ളം പുറത്തേക്ക് ചീറ്റിക്കൊണ്ടിരുന്നത്. ഇതുമൂലം സമീപത്തെ വഴിയും ഭാഗികമായി തകർന്നു. കഴിഞ്ഞ 8 മാസമായി ഇതാണ് സ്ഥിതി. മഴ ശക്തമായി ചിറയിൽ ഒരടി കൂടി വെള്ളം ഉയർന്നാൽ പൈപ്പ് പൂർണ്ണമായി മുങ്ങിപ്പോകും. പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്താൻ പറ്റില്ല. തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന മലിനജലം പൈപ്പ് ലൈനിൽ കലരാനും സാധ്യതയുണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. നാട്ടുകാർ വിവരം അറിയിച്ചിട്ടും അധികൃതർ സ്ഥലത്തെത്തി ചോർച്ച അടയ്ക്കാൻ ശ്രമിച്ചില്ല എന്ന ആരോപണമുണ്ട്. എല്ലാ വർഷവും സ്ഥിരമായി പൈപ്പ് പൊട്ടുന്ന മേഖലയാണിത്. പ്രശ്നം ഗുരുതരമായതോടെ പ്രതിഷേധവുമായി ജനങ്ങൾ രംഗത്തെത്തി. ഒടുവിൽ ഇന്ന് ചോർച്ച അടച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ 2026 വർഷത്തെ സംസ്ഥാന ജില്ലാതല അവാർഡുകൾ പ്രഖ്യാപിച്ചു. മാതാ HS മണ്ണമ്പേട്ട സ്കൂൾ ജില്ലാതലത്തിൽ 1ാം സ്ഥാനം, സേക്രഡ് ഹാർട്ട് CGHSS ചാലക്കുടി, SCGHSS കോട്ടയ്ക്കൽ മാള എന്നീ വിദ്യാലയങ്ങൾ ജില്ലാതലത്തിൽ 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. ഉപജില്ലാതല മികച്ച വിദ്യാലയങ്ങളായി PCGHS വെള്ളിക്കുളങ്ങര, MRR MHSS ചാവക്കാട്, ദീപ്തി HS തലോർ, AI ലിറ്ററസി, റോബോട്ടിക് പരിശീലനം, ഡിജിറ്റൽ ഇൻക്ലൂഷൻ, സ്കൂളുകളുടെ സാമൂഹിക ഇടപെടലുകൾ തുടങ്ങി വിവിധ മേഖലകളിലെ മികച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാരങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. നിയമസഭാ സമുച്ചയത്തിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന അവാർഡ് വിതരണ ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ വിജയികൾക്കുള്ള അവാർഡ് വിതരണം നടത്തി. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. പൊതുവിദ്യാഭ്യാസ സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ D സജിത് ബാബു, ഡയറക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, കൈറ്റ് CEO K അൻവർ സാദത്ത് എന്നിവരും പങ്കെടുത്തു. ജില്ലാതലത്തിൽ 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടുന്ന സ്കൂളുകൾക്ക് 40,000, 30,000, 20,000 രൂപ വീതമാണ് ക്യാഷ് അവാർഡ്. പുരസ്കാര തുകയ്ക്ക് പുറമെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ട്രോഫിയും പ്രശംസാ പത്രവും സ്കൂളുകൾക്ക് വിതരണം ചെയ്തു. തൃശൂർ സെന്റ് തോമസ് കോളേജ് സംഘടിപ്പിച്ച ലോറിയ കോൺവക്കേഷൻ സെറമണി 2026 ജൂലൈ 13, 14 തീയതികളിലായി നടന്നു. ബിരുദാനന്തര ബിരുദ ഗവേഷണ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ബിരുദങ്ങൾ സമ്മാനിക്കുന്നതിനായാണ് 2 ദിവസങ്ങളിലായി ചടങ്ങ് സംഘടിപ്പിച്ചത്. ജൂലൈ 13-ന് BSc, BCA, BVoc, MSc വിദ്യാർത്ഥികൾക്കും ജൂലൈ 14-ന് BA, BCom, BBA, MA, MCom, MSW, PhD വിദ്യാർത്ഥികൾക്കും ബിരുദങ്ങൾ വിതരണം ചെയ്തു. കോളേജ് മാനേജറും തൃശൂർ സഹായ മെത്രാനുമായ മാർ ടോണി നീലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. സെന്റ് അലോഷ്യസ് മംഗളൂരു വൈസ് ചാൻസലർ റവറൻഡ് ഡോക്ടർ പ്രവീൺ മാർട്ടീസ് SJ ദ്വിദിന കോൺവക്കേഷൻ പ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അക്കാദമിക് പ്രൊസഷനോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KA മാർട്ടിൻ സ്വാഗതം പറഞ്ഞു. വിവിധ കോഴ്സുകളിൽ മികച്ച വിദ്യാർത്ഥികൾക്ക് മെഡലുകൾ സമ്മാനിച്ചു. ബിരുദങ്ങൾ ഔപചാരികമായി വിതരണം ചെയ്തു. എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണങ്ങാടൻ ആശംസകൾ അറിയിച്ചു. പരീക്ഷാ കൺട്രോളർ ഡോക്ടർ പോൾസൺ മാത്യുവിന്റെ നേതൃത്വത്തിൽ ബിരുദധാരികൾ പ്രതിജ്ഞയെടുത്തു. വിദ്യാർത്ഥി പ്രതിനിധികളായ സോന മനോജ്, ആരതി R എന്നിവർ ചടങ്ങിന് നന്ദി അറിയിച്ചു. പ്രോഗ്രാം ജനറൽ കൺവീനർ ഡോക്ടർ PV ആന്റോ, കൺട്രോളർ ഓഫ് എക്സാമിനർ ഡോക്ടർ പോൾസൺ മാത്യുവിന്റെ നേതൃത്വത്തിൽ കോൺവക്കേഷൻ ദേശീയ ഗാനത്തോടെ സമാപിച്ചു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, വിശിഷ്ടാതിഥികൾ എന്നിവരും പങ്കെടുത്തു. ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥിനി സാവരിയ ബസന്തിന്റെ കൊലപാതക കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. മഹിളാ മോർച്ച സിറ്റി ജില്ലാ പ്രസിഡന്റ് ശീതൽ രാജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് C സത്യലക്ഷ്മി ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ഉസ്ബെക്കിസ്ഥാനിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ സാവരിയ ബസന്തിന്റെ മരണം സാധാരണ കൊലപാതകമായി തള്ളിക്കളയാനാകില്ലെന്നും സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം അനിവാര്യമാണെന്നും C സത്യലക്ഷ്മി ഗിരീഷ് പറഞ്ഞു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് നിർബന്ധിത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടണമെന്നും സാവരിയുടെ മരണവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പുറത്തുകൊണ്ടുവരാൻ CBI അന്വേഷണം ആവശ്യമാണെന്നും പറഞ്ഞു. കോർപ്പറേഷൻ കൌൺസിലർമാരായ രഘുനാഥ് C മേനോൻ, വിൻഷി അരുൺ, അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ, പത്മിനി ഷാജി, മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനി അനിൽകുമാർ, സംസ്ഥാന സെക്രട്ടറി സീന ശശി, ജില്ലാ ജനറൽ സെക്രട്ടറി ഭാഗീരഥി ചന്ദ്രൻ, ഉദയ വേണുഗോപാൽ എന്നിവരും നേതൃത്വം നൽകി. ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY 2026 അപേക്ഷാ ഫോം പുറത്തിറങ്ങി. അർഹരായ ഇന്ത്യൻ പൗരന്മാർക്കുള്ള പ്രധാനമന്ത്രി ജൻധൻ യോജന അപേക്ഷ ഇപ്പോൾ ഓൺലൈനിൽ ലഭ്യമാണ്. 2026 13-65 വയസ്സ് പ്രായമായ അർഹരായ ഇന്ത്യൻ പൗരന്മാർക്ക് 50,000 മുതൽ 2 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകും. 13 മുതൽ 25 വരെ 50,000 മുതൽ 90,000 വരെയും 25 മുതൽ 65 വയസ്സ് പ്രായം വരെ 90,000 മുതൽ 2 ലക്ഷം വരെയും അംഗീകാരം ലഭിച്ച അപേക്ഷകർക്കുള്ള വിതരണമാണ് ആരംഭിച്ചത്. ഗുണഭോക്താക്കളിൽ ഒരാളാകാൻ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന ജൻ ശിക്ഷൻ സംസ്ഥാൻ തൃശൂരിന്റെ കൌശൽ ദീക്ഷൻ സമാരോഹ് കോൺവെക്കേഷൻ സെറമണി ജൂലൈ 15-ന് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ജില്ലാതല ഉദ്ഘാടനം നടത്തി. സുനിത പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ബേബി റാം, സുധ സോളമൻ, ബോർഡ് മെമ്പർമാരായ ഷീബ എസ്, അഭിജിത്ത് TG, ഡോക്ടർ ബിന്ദു KP, ഇളവരശി P ജയകാന്ത്, ലോചനൻ MK, സഖി TK എന്നിവരും സംസാരിച്ചു. മികച്ച സംരംഭകരെ ആദരിക്കലും ഗുണഭോക്താക്കളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും 1000 ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശീലക പരിശീലനത്തിന് കിലയിൽ തുടക്കം. ത്രിദിന പരിശീലക പരിശീലനം കില രജിസ്ട്രാർ D ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കില ആസ്ഥാനത്ത് ഫാക്കൽറ്റി കൌൺസിൽ ചെയർമാൻ ഡോക്ടർ അജിത് കാളിയത്ത്, കില അസിസ്റ്റന്റ് ഡയറക്ടർ മുന്ന P സദാനന്ദ്, കോഴ്സ് ഡയറക്ടർ ഡോക്ടർ പീറ്റർ M രാജ്, കോർഡിനേറ്റർ UV ബാബുരാജ് എന്നിവർ സംസാരിച്ചു. VG ശശിധരൻ, PA അബ്ദുറഹ്മാൻ, ഷാജിക് MH, ഇബ്രാഹിം EA, KM റഷീദ്, റഹ്മത്തുള്ള താപ്പി, ഡോക്ടർ വിനീത, ഫെബിലിയോ മാത്യു, PA ഉമ്മർ കുഞ്ഞി, ഷഫീഖ് TK, മുഹമ്മദ് റാഷിദ് KV, നേഹ, അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകുന്നു. 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിശീലനം വെള്ളിയാഴ്ച സമാപിക്കും. ജൂലൈ 23 മുതൽ 1 മാസക്കാലം 941 പഞ്ചായത്തുകളിലെ 4000-ലധികം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ പരിശീലനം പൂർത്തിയാക്കും. മുൻഗണനാ റേഷൻ കാർഡിനുള്ള അപേക്ഷ ജൂലൈ 17 വരെ സ്വീകരിക്കുന്നുണ്ട്. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റാൻ അക്ഷയ ജനസേവന കേന്ദ്രം മുഖേന ജൂലൈ 27 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മറ്റൊരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി.
fully computerized, ISO certified laboratory, hematology, biochemistry, electrolytes, hormones, serology, clinical pathology, ECG, fully automatic മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി, an ISO certified laboratory. വാർത്തകൾ തുടരുന്നു. തീരദേശ മേഖലയിൽ MDMA വിൽപ്പന ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനി അറസ്റ്റിലായി. കൊട്ടിക്കൽ അൻഷാദാണ് അറസ്റ്റിലായത്. തീരദേശ മേഖലയിൽ യുവാക്കളെയും കുട്ടികളെയും ലക്ഷ്യമാക്കി MDMA വിൽപ്പന നടത്തിവന്ന സംഘത്തിലെ പ്രധാനിയാണ്. ഗൾഫിൽ മയക്കുമരുന്ന് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചവർ നാട്ടിലെത്തി അതിമാരക മയക്കുമരുന്നായ MDMAയുമായി പ്രതികളെ തൂഫാൻ സ്പെഷ്യൽ സ്ക്വാഡും വലപ്പാട് പോലീസും ചേർന്ന് പിടികൂടി. ഗൾഫ് രാജ്യങ്ങളിൽ മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽവാസം അനുഭവിച്ച് നാട്ടിലെത്തിയ 2 പേരാണ് MDMA വിൽപ്പന നടത്തുന്നതിനിടെ പോലീസ് പിടിയിലായത്. വലപ്പാട് സ്വദേശി പുതിയ വീട്ടിൽ മുഹമ്മദ് റാഷിദ്, പുല്ലൂറ്റ് സ്വദേശി കുന്നുംപുറത്ത് വീട്ടിൽ ഷംനാദ് എന്നിവരാണ് തൂഫാൻ സ്പെഷ്യൽ സ്ക്വാഡും വലപ്പാട് പോലീസും ചേർന്ന് പിടികൂടിയത്. പ്രായപൂർത്തിയാകാത്ത അതിജീവിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പ്രതി റിമാൻഡിൽ. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. ചാപ്പാറ സ്വദേശി വെറ്റിലക്കാരൻ പറമ്പിൽ വിനീത് എന്നയാളെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 17 നടക്കുന്ന ആനയൂട്ടിൽ 55ഓളം ആനകൾ പങ്കെടുക്കും. പീച്ചിയിൽ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിന് മുൻപിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിട്ട് 7ാം നാൾ കണ്ട ഭാവം നടിക്കാതെ അധികൃതർ. വാണിയമ്പാറയിൽ സർവീസ് റോഡിലെ സുരക്ഷാ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയായി. ആൽപ്പാറ കരിപ്പുകുന്ന് മുട്ടിപ്പാലത്തിൽ വാട്ടർ അതോറിറ്റി വക 15 അടി ഉയരത്തിൽ ജലധാര. കഴിഞ്ഞ 8 മാസമായി പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴായിട്ടും തിരിഞ്ഞു നോക്കാതെ വാട്ടർ അതോറിറ്റി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.